ഞാൻ പോൾ മാടശ്ശേരി അച്ഛൻ. ഏറെ സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടി ഈ ആത്മീയ ഉത്സവത്തെ ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ ഈ ഇടവക ജനത്തിൻ്റെയും ഓരോ കുടുംബങ്ങളുടെയും വിശുദ്ധീകരണമാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹവും ലക്ഷ്യവും പ്രാർത്ഥനയുമൊക്കെ. അതിനുവേണ്ടി ഈ ബഹുമാനപ്പെട്ട വൈദികർ ഈ ആത്മീയ ശുശ്രൂഷ ഏറ്റവും ഭംഗിയായിട്ട് 3 സെൻറ്ററുകളിലായിട്ട് നിർവഹിക്കുന്നു. നിർവഹിച്ച് എല്ലാ ജനങ്ങളും വളരെ സന്തോഷത്തോടെ അവരാത്മീയമായിട്ടൊരുങ്ങി കുമ്പസാരം നടത്തി കുടുംബ നവീകരണ പ്രാർത്ഥനകളിലൂടെയും ഒരുക്കങ്ങളിലൂടെയുമൊക്കെ ഈ ഒരു ആത്മീയാഘോഷം ഞങ്ങൾ ഏറ്റവും ഭംഗിയാക്കുന്നു. ഈ അവസരത്തിൽ ഇവിടെ കടന്നു വന്ന എല്ലാ വിൻസെൻഷൻ വൈദികരെയും അതിനോട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തകരെയും ഗാനശുശ്രൂഷകരെയും ഒക്കെ വലിയ നന്ദിയോടെ പ്രാർത്ഥനയോടെ ഞങ്ങൾ ഓർക്കുകയാണ്. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയുമേന്തി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ. ഈ പോപ്പ് മിഷൻ ധ്യാനത്തിലൂടെ വചനം കേട്ട് ഇന്നലകളിലെ പാപത്തിന്റെ പ്രവൃത്തി, ദുശീലത്തിന്റെ പ്രവൃത്തി, വെറുപ്പിന്റെ പ്രവൃത്തി, വൈരാഗ്യത്തിന്റെ പ്രവൃത്തി ഇതെല്ലാം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്തു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ നാളുകളിൽ ചിലരുടെയൊക്കെ ഉള്ളിൽ ദേഷ്യവും വെറുപ്പൊക്കെ ഉണ്ടായിരുന്നു, പരസ്പരം മിണ്ടിയലായിരുന്നു. എന്നാൽ ഈ പോപ്പ് മിഷൻ ധ്യാനത്തിൽ അവരോടെല്ലാം ക്ഷമിച്ച് സമചോദിച്ച് രമ്യപ്പെടാൻ എൻ്റെ ഉള്ളിൽ ഇപ്പോൾ ആരോടും എനിക്ക് വെറുപ്പും വൈരാഗ്യവും പ്രതികാര ചിന്തയില്ല. ഇങ്ങനെ തീരുമാനമെടുത്തവരെല്ലാം കയ്യുയർത്തിക്കേ. ക്ഷമിച്ച് സമചോദിച്ച് ഈ പോപ്പ് മിഷൻ ധ്യാനത്തിൽ എല്ലാവരോടും രമ്യപ്പെടാനായിട്ടുള്ള നല്ലൊരു തീരുമാനമെടുത്തു. അപ്പോൾ എന്നിലെ പാപം, എന്നിലെ ദുശീലം, എന്നിലെ വെറുപ്പ്, എന്നിലെ വൈരാഗ്യം ഇത് മുഴുവൻ കർത്താവ് ഏറ്റെടുത്ത് എന്നെ ശുദ്ധീകരിച്ച് ഇനിയുള്ള ഏത് നാളുകളിലും കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി നടക്കാം. അപ്പോൾ നീ വിശ്വസിച്ച് കാത്തിരിക്കുമ്പോൾ ഈ കാത്തിരിപ്പ് കർത്താവ് അനുവദിക്കുന്നത് കർത്താവുമായിട്ടുള്ള ആഴമായൊരു ബന്ധത്തിലേക്ക് വരാൻ വേണ്ടിയോ. നിങ്ങൾ ശ്രദ്ധിക്ക്, ഒരമ്മ മകന്റെ മാനസാന്തരത്തിന് വേണ്ടി 34 വർഷം പ്രാർത്ഥിച്ചു. ഒരമ്മ മകന്റെ മാനസാന്തരത്തിന് വേണ്ടി 34 വർഷം പ്രാർത്ഥിച്ച് കാത്തിരുന്നപ്പോൾ 2 അത്ഭുതങ്ങൾ നടന്നു. ഒന്ന്, പ്രാർത്ഥിച്ച് കാത്തിരുന്ന ആർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിച്ച മകൻ മാനസാന്തരപ്പെടുക മാത്രമല്ല ചെയ്തത്, ആ മകൻ മാനസാന്തരപ്പെട്ട് വൈദികനായി, മെത്രാനായി, സഭയിലെ പണ്ഡിതനായി, ആ മകൻ തിരുസഭയിൽ വിശുദ്ധനായി. വിശുദ്ധ അഗസ്റ്റിനോസ് 34 വർഷം പ്രാർത്ഥിച്ച് കാത്തിരുന്ന് കർത്താവുമായി ആഴമായ ബന്ധത്തിലേക്ക് വന്ന ആ അമ്മയുടെ പേര് വിശുദ്ധ മോനിക്ക പുണ്യവതി. അതെ, കാത്തിരുന്നപ്പോൾ കർത്താവുമായ ആഴമായ ഒരു ബന്ധത്തിലേക്ക് വന്നപ്പോൾ 2 അത്ഭുതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയുള്ള ഏത് നാളുകളിലും, അതായത് ഈ പോപ്പ് മിഷൻ ധ്യാനത്തിലൂടെ വചനം കേട്ട് ഇന്നലകളിലെ പാപത്തെ, ദുശീലത്തെ, വെറുപ്പിനെ, വൈരാഗ്യത്തെ എല്ലാം ഉപേക്ഷിച്ച് ഇന്ന് മുതൽ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുമ്പോൾ, അതിനു വേണ്ടി വിശ്വസിച്ച് കാത്തിരിക്കുമ്പോൾ ഇനിയുള്ള ഏത് നാളുകളിലും നിന്റെ ശരീരത്തിലെ രോഗത്തിൽ, നിന്റെ കടബാധ്യതയിൽ, നിന്റെ തകർച്ചയിൽ, നിന്റെ നഷ്ടത്തിൽ, നിന്റെ പരാജയത്തിൽ, നിന്റെ ജോലിയില്ലാത്ത അവസ്ഥയിൽ, അവിടെ എല്ലാം കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. അതിനെയാണ് കാത്തിരിപ്പിലൂടെയുള്ള അത്ഭുതം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കാത്തിരിപ്പ് കർത്താവ് അനുവദിക്കുന്നത്
ഒന്ന്, ആഴമായൊരു ബന്ധത്തിന് വേണ്ടി. രണ്ട്, ഉപരി നന്മയ്ക്ക് വേണ്ടി. കർത്താവ് കാത്തിരിപ്പ് അനുവദിക്കുന്നത് ഉപരി നന്മയ്ക്ക് വേണ്ടിയാ. ഈശോ വചനം പ്രഘോഷിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനിടയിൽ ഈശോ ഒരു സാക്ഷ്യം പറഞ്ഞു. ആ പറഞ്ഞ സാക്ഷ്യം ലൂക്കായുടെ സുവിശേഷം 7:28 ഈശോ പറഞ്ഞ സാക്ഷ്യം ഇതാണ്: സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപയോഹന്നാനേക്കാൾ വലിയവനില്ല. നിങ്ങൾക്കറിയാം, സഖറിയ എലിസബത്ത് ദമ്പതികൾ വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർക്ക് മക്കളില്ല. ഈ മക്കളില്ലായിരുന്ന എലിസബത്ത് സഖറിയ ദമ്പതികൾ എന്തു ചെയ്തു എന്ന് ലൂക്കായുടെ സുവിശേഷം 1:6 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ ദൈവത്തിനു മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും എല്ലാം കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായി ജീവിച്ചു. എന്ന് പറഞ്ഞാൽ ഈ എലിസബത്ത് സഖറിയ ദമ്പതികൾ തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷത്തിന്റെ പൂർണ്ണതയ്ക്ക് ഒരു കുഞ്ഞില്ല എന്ന കാരണത്തിലേക്ക് നോക്കിയില്ല, ആ കാരണത്തിലേക്ക് നോക്കി കരഞ്ഞില്ല. മറിച്ച് ആ കാരണത്തെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് ദൈവവുമായി ചേർന്ന് നീതിനിഷ്ഠര്, കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവര് അങ്ങനെ ജീവിച്ചപ്പോൾ സാധ്യതയില്ലാത്ത പ്രായത്തിൽ, സാധ്യതയില്ലാത്ത നാളുകളിൽ ദൈവം അവർക്ക് കൊടുത്ത മകനാണ് സ്നാപയോഹന്നാൻ. ഈ യോഹന്നാനെ കുറിച്ചാണ് ഈശോ പറഞ്ഞത് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ. അപ്പോൾ എലിസബത്ത് സഖറിയ ദമ്പതികൾക്ക് എന്തിനാണ് കർത്താവ് കാത്തിരിപ്പ് കൊടുത്തത്? കാത്തിരിപ്പ് കൊടുത്തത് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനെ കൊടുക്കാൻ. അപ്പോ നമ്മൾ മനസ്സിലാക്കണം, കാത്തിരിപ്പിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹം, കാത്തിരിപ്പിലൂടെ ലഭിക്കാൻ പോകുന്ന അത്ഭുതം, കാത്തിരിപ്പിലൂടെ ലഭിക്കാൻ പോകുന്ന അടയാളം, അത് വലിയ കാര്യമായിരിക്കും. അപ്പൊ കാത്തിരിപ്പിന്റെ നാളുകൾ ഏറുന്നതിനനുസരിച്ച്, കൂടുന്നതിനനുസരിച്ച് കിട്ടാൻ പോകുന്ന അനുഗ്രഹവും അത്രമാത്രം വലുതായിരിക്കും. രണ്ട് കരങ്ങൾ ഉയർത്തി നല്ല ശബ്ദത്തിൽ, കർത്താവേ, അങ്ങയോട് ചേർന്ന് അങ്ങ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും കുടുംബത്തിലും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവോളം വിശ്വാസത്തോടെ ചേർന്ന് കാത്തിരിക്കാനുള്ള അഭിഷേകവും ശക്തിയും ഞങ്ങൾക്ക് നൽകണേ. നല്ലൊരു കൈയടി കൊടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തും. ഒന്നും കൂടി ശക്തമായി കൈയടിക്കും. നന്നായിട്ടൊന്ന് കൈ ഉയർത്തി കൈയടിച്ചിട്ട് കർത്താവിന് നന്ദി പറയും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവിന്റെ അത്ഭുതം കാത്തിരിപ്പിലൂടെ. എന്തിനാണ് കർത്താവ് കാത്തിരിപ്പ് അനുവദിക്കുന്നത്? ഒന്ന്, ആഴമായ ഒരു ബന്ധത്തിന്. രണ്ട്, ഉപരി നന്മയ്ക്കും കൂടുതൽ അനുഗ്രഹം തരാൻ വേണ്ടി. നാളുകൾ ഏറുന്തോറും ലഭിക്കാൻ പോകുന്ന അനുഗ്രഹത്തിന്റെ അളവ് അത്രമാത്രം വലുതായിരിക്കും. ഇനി മൂന്ന്, കാത്തിരിപ്പ് കർത്താവ് അനുവദിക്കുന്നത് ഒരു ബോധ്യം കിട്ടാൻ വേണ്ടിയാണ്. സഹോദര സഹോദരി, നിന്റെ ശരീരത്തിലെ രോഗം ഈശോയ്ക്ക് സുഖപ്പെടുത്താൻ ഒരു നിമിഷം മതി. എന്നാൽ കർത്താവ് നിന്നെ തൊട്ടു, പക്ഷേ നിന്റെ രോഗം മാറിയില്ല. എന്താ കാരണം? ആ തൊട്ട നിമിഷം മുതൽ ഇനിയുള്ള ഏത് നാളുകളിലും അത്ഭുതം പ്രവർത്തിക്കാം. പക്ഷേ നീ വിശ്വാസത്തോടെ കാത്തിരിക്കണം. വിശ്വാസത്തോടെ കാത്തിരിക്കുമ്പോൾ നിനക്കൊരു ബോധ്യം കിട്ടും. എന്ന് ഈ ബോധ്യം കിട്ടുമോ അന്ന് നിന്റെ കടബാധ്യത മാറും. എന്ന് ഈ ബോധ്യം സ്വീകരിക്കാൻ തയ്യാറാകുമോ അന്ന് നിന്റെ രോഗം മാറും. എന്ന് ഈ ബോധ്യം സ്വീകരിക്കാൻ തയ്യാറാകുമോ അന്ന് നിന്റെ നഷ്ടവും തകർച്ച മുഴുവൻ മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 5:8-9 38 വർഷക്കാലം ബെത്സയിദ കുളക്കരയിൽ കടന്നൊരു തളർവാദ രോഗി. ഈശോ ജനിക്കുന്നതിന് മുമ്പേ അവൻ അവിടെ കിടക്കുകയാണ്. 38 വർഷം കാത്ത് കിടന്ന അവൻ്റെ അടുക്കലേക്ക് അന്ന് വരെ യേശു ചെല്ലാത്തത് കൊണ്ടാണ് അവൻ അങ്ങനെ കിടക്കേണ്ടി വന്നത്. ഇതാ യേശു വന്നു. അവനോട് ചോദിച്ചു, നീ സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നോ? അവൻ സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയ അവന് ഈശോ പറഞ്ഞ കാര്യമാണ്, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക. ഇതാ അടുത്ത വചനം, 9ാമത്തെ വചനം. തൽക്ഷണം അവൻ കിടക്കയും എടുത്തു നടന്നു. സ്നേഹമുള്ളവരെ, 38 വർഷമായിട്ടുള്ള രോഗത്തിന് പൂർണ്ണ സൗഖ്യം കിട്ടിയ അവൻ, ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്, നിങ്ങൾ എന്നെ കാണുക, എൻ്റെ സാക്ഷ്യം നിങ്ങൾ കേൾക്കുക, എൻ്റെ സാക്ഷ്യം നിങ്ങൾ കാണുക എന്ന് പറഞ്ഞ് അവൻ കിടക്കയും എടുത്ത് നടന്നപ്പോൾ, ആ കിടക്കയും എടുത്ത് നടക്കുന്നവൻ ഇന്ന് ഈ വല്ലം ഫൊറോനയിൽ 5 ദിവസത്തെ ഒരാഴ്ചത്തെ പോപ്പുൽ മിഷനും കഴിഞ്ഞ് ഈ സമാപന ദിവസത്തിൽ ഇരിക്കുമ്പോൾ നിന്റെ മുമ്പിലൂടെയാണ് അവൻ കടന്നു പോകുന്നത്. അവന് നിന്നോട് പറയാനുള്ള കാര്യം എന്താണെന്ന് അറിയാവോ? ഞാൻ 38 വർഷം കടന്നവനാ, എന്നാൽ
എൻ്റെ 38 വർഷമായിട്ടുള്ള രോഗത്തിന് ഈശോയുടെ ഒരു വാക്ക്, ആ ഒരു വാക്ക് കൊണ്ട് ഞാൻ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു എന്ന് മാത്രമല്ല, എനിക്കൊരു ബോധ്യം കിട്ടി. ആ ബോധ്യം ഒരു മനുഷ്യ വ്യക്തിയുടെ ജീവിതത്തിൽ എത്ര വർഷങ്ങളായിട്ടുള്ള രോഗമാണെങ്കിലും, എത്ര ലക്ഷത്തിന്റെ കടബാധ്യതയാണെങ്കിലും, ഏതെല്ലാം തകർച്ചയും പരാജയമാണെങ്കിലും ഈശോയ്ക്ക് അതിൽ നിന്ന് പൂർണ്ണമായിട്ടും സൗഖ്യം തരാൻ, വിടുതൽ തരാൻ, രക്ഷ തരാൻ, ഉയർച്ച തരാൻ ഒരു നിമിഷം മതി, ഒരു വാക്ക് മതി. അപ്പോൾ ഈ ബോധ്യം നീ സ്വീകരിച്ച, ആ ബോധ്യത്തിനനുസരിച്ച് നീ ജീവിക്കാൻ തയ്യാറായാൽ കാത്തിരിപ്പിലൂടെയുള്ള അത്ഭുതം അന്ന് നിന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്തിരിക്കും. പ്രൈസ് ദി ലോർഡ്. രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ മാറാത്ത രോഗം, മാറാത്ത വേദന, മാറാത്ത തകർച്ച, മാറാത്ത നഷ്ടം, ഇനി ഒരിക്കലും നീ അതിനെ ഓർത്ത് കരയാനല്ല, കാത്തിരിക്കാനാണ്. കാത്തിരിപ്പേറും തോറും കർത്താവുമായ ആഴമായൊരു ബന്ധത്തിലേക്ക് വരും. ഈ ആഴമായ ബന്ധത്തിലേക്ക് നീ വരുമ്പോൾ നിനക്ക് ലഭിക്കാൻ പോകുന്ന വലിയ കാര്യമായിരിക്കും. നിന്റെ ജീവിതത്തിൽ ഒരു ബോധ്യത്തിലേക്ക് കർത്താവ് നിന്നെ കൊണ്ടുവരും. കർത്താവേ, ഈ ഒരു കൃപ, ഈ ഒരു ശക്തി, ഈ ഒരു ചൈതന്യം, ഇത് എനിക്കൊരു അഭിഷേകമായി നൽകണമേ. ആഗ്രഹിച്ച് നല്ല ശബ്ദത്തിൽ ഒരു 3 ഹല്ലേലൂയ പറഞ്ഞു. നല്ലൊരു കയ്യടി കൊടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്ത്. ഒന്നും കൂടെ ശക്തമായി കൈയടിച്ച്, നന്നായിട്ടൊന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറയ്. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ ഇനിയുള്ള നാളുകളിലെല്ലാം കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ആ അത്ഭുതം മനുഷ്യ വ്യക്തികൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം മനുഷ്യൽ ദൈവം ചെയ്യുന്നതാണ് അത്ഭുതം. ഇതാ ഈ അത്ഭുതം ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ചില രോഗമുണ്ടായിരുന്ന, വേദനയുണ്ടായിരുന്ന, ബുദ്ധിമുട്ടുണ്ടായിരുന്ന അവർക്ക് ശാരീരികമായ സൗഖ്യം കൊടുത്തു. ചിലർക്ക് നാളുകളുണ്ടായിരുന്ന വെറുപ്പ്, വൈരാഗ്യം മാറ്റി ക്ഷമിച്ച് ക്ഷമ ചോദിച്ച് രമ്യപ്പെടാനുള്ള കൃപ കൊടുത്തു. ചിലർക്ക് ദുശീലത്തെ പരിപൂർണമായി ഉപേക്ഷിക്കാനുള്ള ശക്തിയും ധൈര്യവും കൊടുത്തു. ഇതെല്ലാം കർത്താവ് ചെയ്യുന്ന അത്ഭുത പ്രവൃത്തിയുടെ സാക്ഷ്യങ്ങളാണ്. ഇന്ന് ഈ ധ്യാനത്തിലൂടെ, അല്ലെങ്കിൽ ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ ലഭിക്കാത്തത് എന്തെല്ലാമാണോ, ആ ലഭിക്കാത്തത് ഇനിയുള്ള നാളുകളെല്ലാം ലഭിക്കും. പോപ്പുലർ മിഷൻ ധ്യാനമേ കഴിഞ്ഞുള്ളൂ. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തിയുടെ സമയം കഴിഞ്ഞിട്ടില്ല. ഇനിയുള്ള നാളുകളെല്ലാം ഈ വല്ലം ഇടവകയിലെ ഓരോ വ്യക്തിയിലും, ഓരോ കുടുംബത്തിലും ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി നടക്കാൻ തക്ക വിധത്തിലുള്ള വചനത്തിൻ്റെ വിത്ത് എല്ലാവരുടെ ഹൃദയത്തിലും, എല്ലാവരുടെ ജീവിതത്തിലും കർത്താവ് വിതറിയിരിക്കുകയാണ്. ഈ വിതറിയിരിക്കുന്ന സ്നേഹത്തിന്റെ വിത്ത്, വചനത്തിന്റെ വിത്ത്, ആത്മാവിന്റെ വിത്ത് ഇനിയുള്ള നാളുകളിലെല്ലാം അത് അടയാളമായി, സൗഖ്യമായി, സന്തോഷമായി എല്ലാ കർത്താവും ഫലം പുറപ്പെടുവിക്കും. അതാണ് കാത്തിരിപ്പിലൂടെയുള്ള അത്ഭുതം എന്ന് പറയുന്നത്. കണ്ണുകൾ തുറന്ന് ഇതാ നമ്മുടെ കൺമുമ്പിൽ തിരുവോസ്തിരൂപനായ കർത്താവ് എഴുന്നള്ളുന്നു. വിശ്വസിക്കാം, ആഗ്രഹിക്കാം, ദാഹിക്കാം. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും പ്രാർത്ഥനാ നിയോഗങ്ങളെയും അവൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് നമുക്ക് അവനെ വിളിച്ചാരാധിക്കാം. വാക്കുകൾ പോരാ പോരാ നാഥാ നിന്നെ ആരാധിക്കാൻ. വാക്കുകൾ പോരാ പോരാ നാഥാ നിന്നെ ആരാധിക്കാൻ. ഭാഷകൾ പോരാ പോരാ രാജാവിനെ ആരാധിക്കാൻ. ഭാഷകൾ പോരാ പോരാ രാജാവിനെ ആരാധിക്കാൻ. യേശുവേ നിന്നെ കാണുവാൻ എൻ്റെ കണ്ണുകൾ പോരാ. യേശുവേ നിന്നെ കേൾക്കുവാൻ എൻ്റെ കാതുകൾ പോരാ. യേശുവേ നിന്നെ കാണുവാൻ എൻ്റെ കണ്ണുകൾ പോരാ. യേശുവേ നിന്നെ കേൾക്കുവാൻ എൻ്റെ കാതുകൾ പോരാ. പാടിയിടുമേ മനമേ മനമേ, വാഴ്ത്തിയിടുവാൻ ഉണരൂ ഉണരൂ. പാടിയിടുമേ മനമേ മനമേ, വാഴ്ത്തിയിടുവാൻ ഉണരൂ ഉണരൂ. പാടിയിടുമേ മനമേ മനമേ, വാഴ്ത്തിയിടുവാൻ
ഉണരൂ ഉണരൂ പാടിയിടുമേ മനമേ മനമേ വാഴ്ത്തിയിടുവാൻ ഉണരൂ ഉണരൂ പാടിയിടുമേ മനമേ മനമേ വാഴ്ത്തിയിടുവാൻ ഉണരൂ ഉണരൂ പാടിയിടുമേ മനമേ മനമേ വാഴ്ത്തിയിടുവാൻ ഉണരൂ ഉണരൂ കൈയടിച്ച് പാടിയിടുമേ മനമേ മനമേ വാഴ്ത്തിയിടുവാൻ ഉണരൂ ഉണരൂ പാടിയിടുമേ മനമേ മനമേ വാഴ്ത്തിയിടുവാൻ ഉണരൂ ഉണരൂ. ഈശോ തരുന്ന സന്തോഷത്തിന്റെ പൂർണ്ണത അത് പരിശുദ്ധാത്മാവാണ്. യേശു തരുന്ന ആനന്ദത്തിന്റെ പൂർണ്ണത അത് പരിശുദ്ധാത്മാവാണ്. യേശു തരുന്ന സമൃദ്ധിയുടെ പൂർണ്ണത അത് പരിശുദ്ധാത്മാവാണ്. യേശു തരുന്ന വിജയത്തിന്റെ പൂർണ്ണത അത് പരിശുദ്ധാത്മാവാണ്. മനുഷ്യ വ്യക്തികളുടെ ജീവിതത്തിൽ യേശു നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളുടെയും പൂർണ്ണതയാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ഇതാ ആ പരിശുദ്ധാത്മാവിനെ നിനക്ക് തരാൻ, ആ പരിശുദ്ധാത്മാവിനെ നിന്നിൽ നിറച്ച് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം ഇനിയുള്ള നാളുകളിൽ നിന്റെ ജീവിതത്തിൽ ചെയ്യുന്നതിന് വേണ്ടി ഇതാ ഈശോ നിനക്ക് പരിശുദ്ധാത്മാവിനെ തരുന്നു. രണ്ട് കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുക, രണ്ട് കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുക. കരങ്ങൾ നീട്ടി കണ്ണുകൾ തുറന്ന് ഈശോയിലേക്ക് നോക്കുമ്പോൾ ഈശോ വചനത്തിലൂടെ തരുന്ന ഉറപ്പിതാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 18-ാം തിരുവചനം. ഇനി നിങ്ങളെ ആരെയും ഞാൻ അനാഥരായി വിടുകയില്ല. നിങ്ങളുടെ കൂടെ എന്നും വസിക്കാൻ എൻ്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തരും. രണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നിട്ട് എൻ്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ നിനക്ക് തരും. ഇനി ഒരിക്കലും നീ ദുഃഖിച്ച് നിരാശപ്പെട്ട് വേദനിച്ച് പരാതി പറഞ്ഞ് കഴിയാൻ ഇനി ഒരിക്കലും ഞാൻ നിന്നെ അനുവദിക്കില്ല. നിനക്കെന്നും ആനന്ദവും സന്തോഷവും സമൃദ്ധിയും തരാൻ എൻ്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ നിനക്ക് തരും. ഇതാ കർത്താവ് പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം തിരുവചനം. ഞാൻ എൻ്റെ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് തരികയും ചെയ്യും. നിങ്ങൾക്ക് തരും. ഇതാ ഈ സഹായകനെ കർത്താവ് നിനക്ക് തരാൻ വേണ്ടി നിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ആഗ്രഹത്തോടെ കരനീട്ട് സ്വീകരിക്കാനുള്ള വിശ്വാസത്തോടെ കണ്ണു തുറന്ന് ഈശോയിലേക്ക് നോക്ക്. നിന്റെ ഉള്ളം ദാഹിക്കട്ടെ, നിന്റെ ഹൃദയം, നിന്റെ മനസ്സ് കർത്താവ് തരാൻ പോകുന്ന ആത്മാവിന് വേണ്ടി ദാഹിക്കട്ടെ. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 49-ാം തിരുവചനം. ഇതാ എൻ്റെ പിതാവിന്റെ വാഗ്ദാനം ഞാൻ നിങ്ങളുടെ മേൽ അയക്കുന്നു. ഇതാ എൻ്റെ പിതാവിന്റെ വാഗ്ദാനം ഞാൻ നിങ്ങളുടെ മേൽ അയക്കുന്നു. രണ്ട് കരങ്ങളും ഈശോയിലേക്ക് നീട്ടി എല്ലാവരും അധരം തുറന്ന് ഈ പ്രാർത്ഥന ചൊല്ലിക്കോ. കർത്താവായ ഈശോയേ, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ, അവിടുന്ന് വചനത്തിലൂടെ എന്നോട് അരുൾ ചെയ്തു, എനിക്ക് ഉറപ്പ് നൽകി. കർത്താവിന്റെ വചനം ഇപ്പോൾ എന്നോട് അരുൾ ചെയ്യുന്നു. ഇതാ എന്റെ പിതാവിന്റെ വാഗ്ദാനം ഞാൻ നിങ്ങളുടെ മേൽ അയക്കുന്നു. കരങ്ങൾ ഉയർത്തി പിതാവേ, അവിടുന്ന് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനുള്ള ആഗ്രഹത്തോടെ ഞങ്ങളെല്ലാവരും ഇതാ കാത്തിരിക്കുന്നു. സ്വർഗം തുറക്കണമേ, ആത്മാവിനെ എന്നിലേക്ക്, ഞങ്ങളിലേക്ക്, ഈ കൂട്ടായ്മയിലേക്ക് ഇപ്പോൾ ഈ നിമിഷം അയക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇരു കരങ്ങളും ഈശോയിലേക്ക് നീട്ടി ആത്മാവാം ദൈവമേ, ഞങ്ങളിലേക്കല്ല ഈ നിമിഷം വരണമേ. എൻ്റെ ഹൃദയവും മനസ്സും എൻ്റെ ജീവിതം മുഴുവൻ ഞാനിതാ തുറന്നിരിക്കുന്നു. എന്നിലേക്ക് വരണമേ. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിക്കാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കരങ്ങൾ ഉയർത്തി ആത്മാവാം ദൈവമേ
വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ എല്ലാവരും ചേർന്ന് ഒരിക്കൽ കൂടി. ആത്മാവാം ദൈവമേ വരണേ. എന്നും നിന്റെ ഉള്ളിൽ വസിച്ച് നിന്റെ ജീവിതത്തെ നയിച്ച് ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ആനന്ദം, ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷം, ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ശക്തിയുടെ നിറവ്, ഇതെല്ലാം ആത്മാവായ ദൈവം നിന്റെ ജീവിതത്തിൽ വന്ന് നിറയുമ്പോൾ നിനക്ക് ലഭിക്കും. ഈ പരിശുദ്ധാത്മാവ് നിന്നിൽ നിറഞ്ഞ് ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷവും ആനന്ദവും വിജയവും ഉയർച്ചയും മഹത്വവും എല്ലാം കർത്താവിൽ നിന്ന് സ്വീകരിച്ച് ജീവിതം പുതിയൊരു അനുഭവത്തിലൂടെ മുമ്പോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കണമെങ്കിൽ ഒരിക്കൽ കൂടി കർത്താവിൻ്റെ തിരുമുമ്പിൽ നിന്ന് നിന്റെ ഇന്നലകളിലെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കണം. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച്, ഇതാ ആത്മാവായ ദൈവം നിന്റെ ഉള്ളിൽ എന്നും വസിച്ച് നിന്നെ നയിക്കാനായിട്ട് പോവുകയാണ്. ഈ ആത്മാവായ ദൈവം നിന്റെ ഉള്ളിൽ എന്നും വസിച്ച് നിന്നെ നയിക്കണമെങ്കിൽ നിന്റെ ഉള്ളിൽ പാപത്തിൻ്റെ മാലിന്യം, നിന്റെ ഉള്ളിൽ ദുശീല പ്രവണതയുടെ മാലിന്യം, നിന്റെ ഉള്ളിൽ വെറുപ്പിൻ്റെയോ വൈരാഗ്യത്തിൻ്റെയോ നീരസത്തിൻ്റെയോ ഇഷ്ടക്കുറവിൻ്റെയോ മാലിന്യം ഉണ്ടാകാൻ പാടില്ല. അതിനാൽ ഒരിക്കൽ കൂടി നീ നിന്റെ ഹൃദയത്തെ, നിന്റെ ജീവിതത്തെ നീ പരിശോധിക്കുകയാണ്. നീ പരിശോധിക്കേണ്ട 3 തലങ്ങൾ. ഒന്ന്, നിന്റെ ഇന്നലകളിലെ ജീവിതത്തിൽ എവിടെയെങ്കിലും അനുതപിക്കാത്ത പാപം നിന്റെ ഉള്ളിൽ കിടപ്പുണ്ടോ? അനുതപിക്കാത്ത പാപം നിന്റെ ഉള്ളിൽ കടന്നാൽ അതിൻ്റെ ഉടമസ്ഥൻ പിശാചാണ്. അവൻ അന്വേഷിച്ചു വരും. വചനം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 28-ാം തിരുവചനം, ശവം ഉള്ളിടത്ത് കഴുകന്മാർ കടന്നു വരും. ഉള്ളില് ഇന്നലകളിലെ ഏതെങ്കിലും പാപത്തെ ഓർത്ത് അനുതപിച്ചിട്ടില്ലെങ്കിൽ, അനുതപിക്കാത്ത പാപം നിന്റെ ഉള്ളിൽ കടപ്പുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് സാത്താൻ വരും. അവിടെ ആത്മാവിന് പ്രവർത്തിക്കാൻ സാധിക്കില്ല. ആത്മാവിന് പ്രവർത്തിക്കാൻ സാധിക്കണമെങ്കിൽ നിന്റെ ഉള്ള്, നിന്റെ ഹൃദയം പൂർണ്ണമായും വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയമാകണം. ഈശോയേ, എൻ്റെ ഹൃദയത്തെ ഞാനൊന്ന് പരിശോധിക്കുന്നു. സഹോദര സഹോദരി, ഇന്നലകളിൽ നീ ചെയ്ത ഏതെങ്കിലും തെറ്റ്, ഏതെങ്കിലും പാപം, അതിനെ ഓർത്ത് അനുതപിക്കാതെ നീ ന്യായീകരിച്ചിട്ടുണ്ടെങ്കിൽ, ന്യായീകരിച്ച് ഉള്ളിൽ ഏതെങ്കിലും പാപം കിടപ്പുണ്ടെങ്കിൽ, മറച്ചു വെച്ച ഏതെങ്കിലും പാപം കിടപ്പുണ്ടെങ്കിൽ, ലഘൂകരിച്ച ഏതെങ്കിലും പാപം കിടപ്പുണ്ടെങ്കിൽ, നീ കുമ്പസാരത്തിൽ ഏറ്റുപറയാൻ മടി കാണിച്ച ഏതെങ്കിലും പാപം കിടപ്പുണ്ടെങ്കിൽ, ആ പാപത്തിൻ്റെ മാലിന്യം ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ വന്ന് നിറയാൻ ഇവിടെ തടസ്സമാണ്. ഈശോയേ, ഇന്നലകളിലെ ഏതെങ്കിലും അനുതപിക്കാത്ത പാപം എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ ഞാൻ ന്യായീകരിക്കുകയോ മറച്ചു വെക്കുകയോ ഒളിച്ചു വെക്കുകയോ ലഘൂകരിക്കുകയോ ചെയ്തതായ ഏതെങ്കിലും പാപത്തിന്റെ കണിക എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ ഞാനിപ്പോൾ അതിനോട് അനുതപിക്കുന്നു. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടുക, കരങ്ങൾ ഈശോയിലേക്ക് നീട്ടുക. നിന്റെ ഹൃദയത്തിന്റെ മേഖലയിൽ ഏതെങ്കിലും അശുദ്ധിയോ അയോഗ്യതയോ കുറവുകളോ ഉണ്ടെങ്കിൽ അതിനെല്ലാം ഈ നിമിഷം ഉള്ളിലെ ആഴമായ അനുതാപത്തിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക്, കർത്താവേ, ഞാൻ പാപിയാണ്, എനിക്ക് അങ്ങയുടെ ആത്മാവിന് വേണം. ഈ ആത്മാവെന്നിൽ നിറയാൻ എന്നിലുള്ള എല്ലാ അയോഗ്യതകളെ ഓർത്ത് ഈശോയേ, അങ്ങയുടെ തിരുമുമ്പിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ മുമ്പിൽ നിന്റെ ഇന്നലകളിലെ അനുതപിക്കാത്ത ഏതെങ്കിലും പാപം കിടപ്പുണ്ടെങ്കിൽ അതിനെ ഓർത്ത് ഈ നിമിഷം അനുതപിച്ച് എല്ലാവരും വിളിക്കൂ, ഈശോയേ എന്ന് വിളിക്കൂ. ഈശോയേ എന്ന് വിളിക്കൂ, ഈശോയേ എന്ന് വിളിക്കൂ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എല്ലാവരും ശിരസ്സ് നമിച്ച് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,
ഇന്നും ഇന്നും അങ്ങേക്കാരാധന. എൻ്റെ പേര് ലിയോപോൾ ആപ്പാടൻ. വല്ലം ഫൊറോന ഇടവക ദേവാലയത്തിലെ കൈക്കാരനാണ്. ഞങ്ങളുടെ വികാരിയച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പോപ്പുലർ മിഷൻ ധ്യാനം എന്ന ആശയം. ഞങ്ങളുടെ വികാരിയച്ഛൻ മുൻ വർഷങ്ങളിൽ സേവനം ചെയ്തിട്ടുള്ള എല്ലാ ഇടവകളിലും ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ അച്ഛൻ വന്ന കാലങ്ങളിൽ തന്നെ ബുക്ക് ചെയ്ത് കിട്ടിയതാണ്. ഇതിനോടനുബന്ധിച്ച് ഞങ്ങളൊരു ഹോം മിഷൻ നടത്തുകയുണ്ടായി. SD കോൺവെന്റ് സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഏകദേശം 100ഓളം സിസ്റ്റേഴ്സ് ഒരാഴ്ച കൊണ്ട് ഞങ്ങളുടെ ഇടവക ദേവാലയത്തിലെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി എല്ലാവരോടും സംസാരിക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. ഈ 2 ആഴ്ചക്കാലം വല്ല ഇടവകയെ സംബന്ധിച്ച് വളരെ ഉപകാരപ്രദമായ ദിവസങ്ങളായിരുന്നു. ഈ ദിവസങ്ങളിൽ വല്ലം ഇടവകയിൽ ഒത്തിരി നവീകരണങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിനായിട്ട് ഈ ധ്യാനത്തിൻ്റെ വിജയത്തിനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളുടെ വികാരിയച്ഛൻ, കൊച്ചച്ഛൻ, അതുപോലെ ഈ ധ്യാനത്തിൻ്റെ ജനറൽ കൺവീനറായിട്ട് വർക്ക് ചെയ്ത തങ്കച്ചൻ ചേട്ടൻ, ജോയിൻറ്റ് കൺവീനേഴ്സായിട്ട് ഫ്രാൻസിസ് മേനാച്ചേരി, സണ്ണി, സിനോബി, വൈസ് ചെയർമാൻ ഷിജൻ ഉതുപ്പാൻ എന്നിവരുടെ എല്ലാം പൂർണ്ണ സഹകരണം ഇതിനുണ്ടായിരുന്നു. എൻ്റെ പേര് സാബിച്ചുള്ളി. ഞാൻ വല്ലം ഫൊറോനപ്പള്ളിയിലെ ട്രസ്റ്റിയാണ്. മിഷൻ സഭയിലെ അച്ഛന്മാർ വളരെ ആത്മാർത്ഥമായിട്ട് ഇത്രയും നല്ല ധ്യാനം വല്ലം ഫൊറോനയ്ക്ക് കിട്ടിയിട്ടില്ല. 10-28 വർഷം മുമ്പാണ് ധ്യാനം കിട്ടിയത്. ഇതുപോലത്തെ ധ്യാനം കിട്ടില്ല. നമ്മളെ പോൾ മാടശ്ശേരി അച്ഛനാണ് അതിനെ മുൻ ചുക്കാൻ പിടിച്ച് ധ്യാനത്തിന് മുമ്പേ ബുക്ക് ചെയ്ത് ഇവിടെ ഇടവകയ്ക്ക് നവീകരണത്തിന് വേണ്ടി കൊണ്ടുവന്നത്. എൻ്റെ പേര് സണ്ണി എന്നാണ്. ഞാൻ കാരിക്കോട് ഭാഗത്തെ കൺവീനറാണ്. മരിയൻ നഗറിലെ അനുഭവം നോക്കുമ്പോൾ നഷ്ടപ്പെട്ട ആടുകളെ തേടി യേശുനാഥൻ വന്ന പോലെ തന്നെ അവിടെ ഉള്ള എല്ലാവർക്കും ഒരു പ്രത്യേക വിൻസെൻഷൻ വൈദികരുടെ വരവ് തീർച്ചയായിട്ട് ഒരു നല്ല അനുഭവമായി. തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടെ എല്ലാ വീടുകളും ഐക്യത്തോടെ ഒരുമിച്ച് പോകാനായിട്ട് അവർക്ക് ഗുണകരമായിട്ട് മാറി. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഇത്തരം ധ്യാനങ്ങൾ വിൻസെൻഷൻ അച്ഛന്മാർക്ക് തീർച്ചയായിട്ടും ഞാൻ വലിയൊരു നന്ദി പറയുകയാണ്. എൻ്റെ പേര് സിനോബി എന്നാണ്. ഞാൻ ചേലാമറ്റം സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചിൻ്റെ കീഴിലുള്ള അൽഫോൺസ നഗറിലെ അൽഫോൺസ സെൻറ്ററിൻ്റെ കൺവീനറായിരുന്നു. ഞങ്ങൾക്ക് അവിടെ 4 യൂണിറ്റാണുള്ളത്. 4 യൂണിറ്റിൽ 163 വീട്ടുകാരാണ് ഞങ്ങളുള്ളത്. ഞങ്ങൾ 150 വീട്ടിലോളമാണ് ഇപ്പോൾ ആളുകളുള്ളത്. ഞങ്ങൾ 400 പേരെങ്കിലും ഞങ്ങളുടെ സെൻറ്ററിൽ ധ്യാനം കൂടുവാനായിട്ട് പങ്കെടുത്തിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു അനുഭവമായിരുന്നു. ഞങ്ങളുടെ സെൻറ്ററിനെ നയിച്ചിരുന്നത് ആൽഫിൻ അച്ഛനും ജോസ് തയ്യിലച്ഛനുമായിരുന്നു. ഈ 2 അച്ഛന്മാർക്കും ഇതിൻ്റെ ഡയറക്ടർ ജോജ മാരിപ്പേട്ടച്ഛനും ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങളുടെ അൽഫോൺസ നഗറിൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. നന്ദി.